സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ അതൃപ്തി പ്രകടമാക്കിയിരിക്കുകയാണ് കെ മുരളീധരൻ. സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് ഓഫീസിൽ വലിയ സ്വീകരണം നൽകിയതിന് പിന്നാലെ ആയിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച പഴയ മലയാളം സിനിമാ ഗാനത്തിലെ വരികളിലൂടെ അതൃപ്തി തുറന്നു പ്രകടിപ്പിച്ചത്. ഇതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും കെ മുരളീധരൻ തന്റെ അഭിപ്രായം മറച്ചുവെച്ചില്ല. സന്ദീപിന്റെ വരവ് കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്നതിന്റെ സൂചനയാണ് കെ മുരളീധരന്റെ പ്രതികരണത്തിലൂടെ പുറത്തുവരുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട്. പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം, ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്ന വരികളാണ് അദ്ദേഹം പങ്കുവച്ചത്. 1972 പുറത്തിറങ്ങിയ ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ ഞാൻ ഞാൻ ഞാനെന്ന ഭാവങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനത്തിലെ വരികളാണിത്. അതേസമയം ഫേസ്ബുക്കിലെ പോസ്റ്റിൽ കമന്റുകളുമായി കോൺഗ്രസ് അണികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ ഞാൻ ഞാനെന്ന ഭാവം വി.ഡി. സതീശനെ ഉദ്ദേശിച്ചാണോ എന്നാണ് കമന്റുകളിൽ കൂടുതൽ പേരും ചോദിക്കുന്നത്. പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും നിലപാട് മറച്ചുവെക്കാൻ കെ മുരളീധരൻ തയ്യാറായില്ല. പകരം ഒരു വാര്യരെ കിട്ടിയത് നല്ല കാര്യമാണ്. 2 ആഴ്ച മുൻപ് വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടിയെങ്കിലും പ്രചാരണത്തിന് പോകാമായിരുന്നു. അത്രയേറെ രാഹുൽ ഗാന്ധിയെയൊക്കെ ശക്തമായി വിമർശിച്ചിട്ടുള്ള ആളാണ്. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ ജോഡോ യാത്ര നടത്തേണ്ടത് കശ്മീരിലേക്കല്ല, ആൻഡമാൻ നിക്കോബാറിലേക്കാണെന്നും അവിടെ സവർക്കറെ പാർപ്പിച്ച് മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാപണം നടത്തണമെന്നും പറഞ്ഞ ആളാണെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിയെ ചികിത്സയ്ക്കായി കോട്ടക്കലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടക്കലിലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. 2 ആഴ്ച മുൻപ് പ്രിയങ്കയ്ക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നെങ്കിൽ രാഹുലിനോട് ചെയ്ത തെറ്റിന് ക്ഷമാപണമാകാമായിരുന്നു. മറ്റ് പല പാർട്ടികളും നോക്കി നടന്നില്ല. ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു, സ്വാഗതം. പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടത്തിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഈ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഞാൻ ഇന്നിപ്പോൾ ടി വിയിൽ കണ്ടു അങ്ങനെ കോൺഗ്രസിലേക്ക് വന്നു എന്ന്. അത് ഏതായാലും നല്ല കാര്യമാണ്. കാരണം പലരും കോൺഗ്രസ് വിടുന്നു എന്ന് പറയുമ്പോൾ പകരം ഒരു വാര്യരെ കിട്ടിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന് 2 ആഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോവായിരുന്നു. കാരണം അത്രയേറെ അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ്. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ അന്ന് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളം മുഴുവൻ ഞാനൊക്കെ നടന്ന ആളാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് ജോഡോ യാത്ര നടത്തേണ്ടത് കാശ്മീരിലേക്കല്ല, ആൻഡമാൻ നിക്കോബാറിലേക്കാണ്. അവിടെ സവർക്കറെ തടവിൽ പാർപ്പിച്ച മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാപണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ്. പിന്നെ ശ്രീ രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കോട്ടയ്ക്കലല്ല കുതിരവട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ അങ്ങനെയുള്ള സന്ദീപ് വാര്യർ 2 ആഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണമാവുമായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം വന്നു, നല്ല കാര്യമാണ്. മറ്റു പല പാർട്ടികളും അധികം നോക്കി നടന്നില്ല. അപ്പോൾ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു, സ്വാഗതം. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് എന്നും നിലനിൽക്കണം. അല്ലാതെ ഇനിയിപ്പോൾ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിൻ്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോകരുത്. ഈ സ്നേഹത്തിൻ്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം. തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനൊപ്പം നിൽക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതായാലും വന്നതിൽ സന്തോഷം. അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഗാന്ധിനെ കൊന്നതല്ല, വെടികൊണ്ടപ്പം മരിച്ചാന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അദ്ദേഹം പറയുന്നതൊക്കെ BJPക്ക് വേണ്ടി പറഞ്ഞു എന്നാണ്. പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ല. ഇനിയിപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകണ്ട. കാരണം ഞങ്ങളോടൊപ്പം നിന്ന് ഒരുപാട് നേതാക്കന്മാർ BJPയിലേക്ക് പോയല്ലോ. അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രം ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. ഇല്ല, അത് ഉദ്ദേശിച്ചൊന്നുമില്ല. അതെനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പഴയ ഗാനം ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടപ്പോൾ ഒന്ന് ഫേസ്ബുക്കിൽ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതും ഇപ്പോഴത്തെ രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നുമില്ല.